അങ്ങനെ ഇപ്പോൾ ഗോസ്റ്റ് റൈഡർ വെസ് താനോസ് എന്ന കഥയുടെ 5ാം ഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിന് മുമ്പുള്ള പാർട്സ് ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോസിൻ്റെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കഥയിലേക്ക് പോവാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഗോസ്റ്റ് റൈഡറിനെ അടിച്ചു വീഴ്ത്തിയിട്ട് തൻ്റെ ഹെറാൾഡായി മാറി ഇനിയുള്ള കാലം ജീവിക്കുവാൻ താനോസ് ഗോസ്റ്റ് റൈഡറിനോട് പറഞ്ഞതും നിന്നെപ്പോലുള്ളവന്മാരുടെ കീഴിൽ ജീവിക്കുന്നത് താൻ നിർത്തിയെന്നും പറഞ്ഞ് നമ്മുടെ ഗോസ്റ്റ് റൈഡർ തൻ്റെ കോസ്മിക് പവേഴ്സ് ഉപയോഗിച്ച് താനോസിനെ അടിച്ച് തെറിപ്പിക്കുകയാണ്. ഇപ്പോൾ ഗോസ്റ്റ് റൈഡർ താനോസിനെ അടിച്ച് തെറിപ്പിച്ചത് കണ്ട് നമ്മുടെ ബേബി താനോസ് ഭയങ്കര സന്തോഷത്തിൽ കൈയടിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഗോസ്റ്റ് റൈഡർ പിശാചിനെ ഓർത്ത് നീ ഒരിക്കലും താൻ ഫൈറ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഇടയിലേക്കൊന്നും വന്നേക്കരുതെന്ന് ബേബി താനോസിനോട് പറഞ്ഞിട്ട് നമ്മുടെ ഗോസ്റ്റ് റൈഡർ അടികൊണ്ട് തെറിച്ച് മറ്റേ സിറ്റിയിൽ ചെന്ന് വീണ് കിടക്കുന്ന താനോസിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ആ സിറ്റിയിൽ വെച്ച് നമ്മുടെ ഗോസ്റ്റ് റൈഡറും താനോസും ഭയങ്കരമായി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ആ ഫൈറ്റിൻ്റെ ഇടയിൽ ഈ താനോസ് തന്നെയാണ് പുള്ളിക്കാരനെ വളർത്തി വലുതാക്കിയ മറ്റേ ഗോസ്റ്റ് റൈഡറിനെ അടിച്ചു കൊന്നതെന്നും ഈ സിറ്റി പണിയുവാൻ താനോസ് തുടങ്ങിയപ്പോൾ ഗോസ്റ്റ് റൈഡർ താനോസിനെ തടഞ്ഞതുകൊണ്ടാണ് സ്വന്തം അച്ഛനായ ഗോസ്റ്റ് റൈഡറിനെ താനോസ് അടിച്ചു കൊന്നതെന്ന് നമ്മുടെ ഗോസ്റ്റ് റൈഡർ താനോസിൻ്റെ അടുത്ത് നിന്ന് തന്നെ അറിയുകയാണ്. അങ്ങനെ ഇപ്പോൾ പണ്ട് തന്നെ വളർത്തി വലുതാക്കിയ ഗോസ്റ്റ് റൈഡറിനെ കൊന്ന തനിക്ക് നിന്നെ സിമ്പിളായി കൊല്ലാൻ സാധിക്കുമെന്ന് നമ്മുടെ ഗോസ്റ്റ് റൈഡറിനോട് താനോസ് പറഞ്ഞു തീർന്നതും അപ്പോൾ തന്നെ നമ്മുടെ ഗോസ്റ്റ് റൈഡർ താനോസിനെ തൻ്റെ കോസ്മിക് പവേഴ്സ് ഉപയോഗിച്ച് അടിച്ചു വീഴ്ത്തുകയാണ്. എന്നിട്ട് താനോസിൻ്റെ തല പിടിച്ചു ഉയർത്തിയിട്ട് തൻ്റെ പെനൻസ് സ്റ്റെയർ ഉപയോഗിച്ച് താനോസിനെ കൊല്ലാൻ വേണ്ടി ഗോസ്റ്റ് റൈഡർ തുടങ്ങുകയാണ്. അപ്പോൾ തന്നെ ഗോസ്റ്റ് റൈഡറിനോട് നിന്റെ പെനൻസ് സ്റ്റെയർ തൻ്റെ അടുത്ത് ഫലിക്കില്ല എന്ന് താനോസ് പറഞ്ഞതും അന്നേരം തന്നെ താനോസിനോട് ഈ ലോകം മുഴുവൻ നശിപ്പിക്കാനുള്ള കോസ്മിക് പവേഴ്സ് തൻ്റെ അടുത്തുണ്ടെന്നും പക്ഷെ അതെല്ലാം താൻ പിടിച്ചു നിർത്തിയിരിക്കുമായിരുന്നുവെന്നും മാത്രമല്ല പെനൻസ് എന്ന് വെച്ചാൽ പണിഷ്മെന്റ് എന്നാണ് അർത്ഥമെന്നും അതിനെ നീ വില കുറച്ച് കാണരുതെന്നും പറഞ്ഞ് നമ്മുടെ ഗോസ്റ്റ് റൈഡർ ഇപ്പോൾ തന്നെ കോസ്മിക് പവേഴ്സും പിന്നെ പെനൻസ് സ്റ്റെയറും ഉപയോഗിച്ച് താനോസിനെ കൊന്ന് താനോസിനെ മുഴുവനായി കത്തിച്ച് കളയുകയാണ്. അങ്ങനെ താനോസിനെ കൊന്ന് അവിടെ നിൽക്കെ നമ്മുടെ ഗോസ്റ്റ് റൈഡറിൻ്റെ അടുത്ത് കേബിളിൻ്റെ മകളായ ഹോപ്പ് എന്ന പെണ്ണ് വരികയാണ്. എന്നിട്ട് കേബിളിന് എന്താണ് സംഭവിച്ചതെന്ന് ഗോസ്റ്റ് റൈഡറിനോട് ചോദിച്ചതും കേബിള് മരിച്ച കാര്യമൊന്നും ഹോപ്പിനോട് ഗോസ്റ്റ് റൈഡർ പറയാതെ കേബിളിന് കുഴപ്പമൊന്നുമില്ല എന്ന് ഹോപ്പിനോട് ഗോസ്റ്റ് റൈഡർ കള്ളം പറയുകയാണ്. അപ്പോൾ തന്നെ ഹോപ്പ് ഇത് കേബിളിൻ്റെ കേടായ ടൈം മെഷീൻ ആയിരുന്നുവെന്നും ഇത് താൻ ശരിയാക്കിയെന്നും ഇതൊന്ന് കേബിളിന് കൊടുത്തേക്കാമോ എന്ന് ഗോസ്റ്റ് റൈഡറിനോട് ചോദിച്ചതും അപ്പോൾ തന്നെ ഭയങ്കര സന്തോഷത്തിൽ താൻ കേബിളിന് കൊടുത്തേക്കാമെന്ന് പറഞ്ഞ് ആ ടൈം മെഷീൻ ഗോസ്റ്റ് റൈഡർ മേടിക്കുകയാണ്. പക്ഷേ ആ ടൈം മെഷീൻ ചത്തുപോയ കേബിളിന് കൊടുക്കാനല്ല ഗോസ്റ്റ് റൈഡർ ശരിക്കും മേടിച്ചത്. പകരം ബേബി താനോസിനെ ടൈറ്റനിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് തിരിച്ചു കൊണ്ടുപോയി ആക്കുവാനാണ് ഗോസ്റ്റ് റൈഡർ ആ ടൈം മെഷീൻ ഹോപ്പിന്റെ കയ്യിൽ നിന്ന് മേടിച്ചത്. അങ്ങനെ നമ്മുടെ ഗോസ്റ്റ് റൈഡർ നമ്മുടെ ബേബി താനോസിനെ ടൈം ട്രാവൽ ചെയ്ത് തിരിച്ച് ടൈറ്റനിൽ കൊണ്ടുപോയി ബേബി താനോസിനെ അവന്റെ ആ തൊട്ടിലിൽ കിടത്തിയിട്ട് ബേബി താനോസിനോട് ഇനി എവിടെയെങ്കിലും വെച്ച് കാണാമെന്നും പറഞ്ഞ് ഗോസ്റ്റ് റൈഡർ അവിടുന്ന് പോവുകയാണ്. പക്ഷെ ടൈറ്റനിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഗോസ്റ്റ് റൈഡറിന്റെ അടുത്ത് ലേഡി ഡെത്ത് വന്നിട്ട് ഈ ചെറുപ്രായത്തിൽ തന്നെ ബേബി താനോസ് സ്വയം ആളുകളെ കൊല്ലാൻ പഠിച്ചുവെന്നും അതിന് കാരണം നീയാണെന്നും അതിന് നിന്നോട് തനിക്ക് ഒരുപാട് നന്ദിയുണ്ടെന്നും ഗോസ്റ്റ് റൈഡറിനോട് ലേഡി ഡെത്ത് പറയുകയാണ്. അപ്പോൾ തന്നെ ഗോസ്റ്റ് റൈഡർ നിനക്ക് താനോസിനെ വെറുതെ വിട്ടുകൂടെയെന്നും അവനെ നന്നാക്കുവാൻ വേറെ വഴിയൊന്നുമില്ല എന്ന് ലേഡി ഡെത്തിനോട് ചോദിച്ചതും താനോസിനെ നന്നാക്കുവാൻ ആർക്കും സാധിക്കില്ല എന്ന് ലേഡി ഡെത്ത് കോസ്മിക് ഗോസ്റ്റ് റൈഡറിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അറിയുവാൻ ഗോസ്റ്റ് റൈഡർ ബൈക്കും എടുത്ത് അവിടുന്ന് പോവുകയാണ്. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.